മുസ്ലിങ്ങൾക്ക് പ്രവാചകനിലും വിശുദ്ധ ഖുർആനിലും ഉള്ള സന്ദേശങ്ങളും മാതൃകകളും എന്തെല്ലാമാണ്? അല്ല, മുസ്ലിങ്ങൾക്ക് സന്ദേശങ്ങളും മാതൃകകളും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്താണോ അള്ളാഹു അവിടുത്തെ നിയോഗിച്ച് നിർദ്ദേശിച്ച് കൊടുത്തിരുന്നത്, അതിൽ കവിഞ്ഞൊന്നും എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരനായ സൃഷ്ടിക്ക് പറയാൻ പറ്റൂലല്ലോ. അത് അള്ളാഹു കൽപ്പിച്ച് അരുളി എന്താണോ നിയോഗിച്ച് കൊടുത്തിരുന്നത് അത് വള്ളി പുള്ളി തെറ്റാതെ ഉമ്മത്തിന് അവിടെ നിന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എത്തിച്ചു കൊടുത്തു എന്നുള്ളതിന് ഈ പ്രകൃതി സാക്ഷിയാണ്, ഈ ലോകം സാക്ഷിയാണ്, ഈ ഭൂമി സാക്ഷിയാണ്, ഇപ്പോഴത്തെ ജനസഞ്ചയം സാക്ഷിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഇസ്ലാമാകട്ടെ അല്ലാത്തവനാകട്ടെ മറുത്ത് പറയാൻ ഇവിടെ ഒരു പഴുതും ബാക്കി വെച്ചിട്ടില്ല. ഒരാൾക്കും പറ്റില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം പൂർണ്ണമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതിന് നമ്മളൊക്കെ ജീവിക്കുന്ന സാക്ഷികൾ വേണം. പൂർത്തിയായ ദീനിൽ പുതിയതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും അനുവാദം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഖുർആനിലുള്ള ആ ഒരായത്ത് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അക്ഷരങ്ങളിൽ പിശകുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ. ഞാനൊരു കിതാബ് ഓതിയ ആളൊന്നുമല്ല. അപ്പോൾ അത് ഒരിക്കലും പാടില്ല എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. അത് മറ്റൊരു നിലക്ക് ഒരാൾക്ക് ഒരു തരത്തിലും വ്യാഖ്യാനിക്കാനും കഴിയില്ല. കാരണം അത് പൂർത്തിയായ കോമ്പാക്റ്റായ ഒരു സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഖത്തർ എയർപോർട്ടിൽ പോയിട്ട് കോഴിക്കോടേക്ക് ഖത്തർ എയർവേസിൽ വിമാനത്തിൽ കയറുന്നു. ആ വിമാനം ഖത്തർ എയർവേസിൻ്റെ വിമാനം കോഴിക്കോട് വന്ന് ഇറങ്ങുന്നതിനിടയ്ക്ക് നടുക്കേ കൂടി എന്തെങ്കിലും അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുമോ? അതുണ്ടാവില്ലല്ലോ. അതുപോലെ ഇസ്ലാം പൂർത്തിയാക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയത്. അതിൽ പിന്നെ ആർക്കും ഒരിക്കൽ പോലും ഒന്നും ചേർക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തു കളയുവാനോ ഭേദഗതി വരുത്താനൊന്നും ഒരു അവകാശം ഉണ്ടാവില്ല. അതാണല്ലോ 23 കൊല്ലം തുടർച്ചയായിട്ട് നുബുവത്തിൻ്റെ 23 കൊല്ലം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരുന്നത് വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു വാക്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഒരു പ്രഭാഷണത്തിലോ കുത്തുബയിലോ അവിടുന്ന് പറയാണ്ട് വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഗൗരവം നിങ്ങൾ ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ എടുത്തു കളയുവാനോ യാതൊരു പഴുതും ഒരിക്കലും ഉണ്ടാവില്ല. അത് ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കടുത്ത തെറ്റും കടുത്ത അപരാധവും അങ്ങേയറ്റം അപലപനീയവുമാണ്.